മലയാളിക്കുള്ള കുടവയറാണ് റിജോയെ ആണെന്ന് തന്നെ മലയാളിയാണെന്ന് തന്നെ ഉറപ്പിക്കുവാനുള്ള കാരണം. കേരളം. നമസ്കാരം. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ആലുവയിലെ പോട്ട ആലുവയല്ല. നമസ്കാരം. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. നമ്മളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കാര്യമാണ് പോട്ടയിലെ ഫെഡറൽ ബാങ്കിലെ കവർച്ച. 3 മിനിറ്റ് കൊണ്ട് 15 ലക്ഷം രൂപ അടിച്ചുകൊണ്ടുപോയ ഒരു വിദഗ്ധൻ. പോലീസ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ വിവാദങ്ങൾ പോലീസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവർ വളരെ ബുദ്ധിപൂർവം അവരുടെ ഒരു മേൽഘടകങ്ങളെല്ലാം വീഡിയോ കോൺഫറൻസിങ്ങും ഒക്കെ നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ അന്വേഷണം. ഇതൊരു അന്യസംസ്ഥാന മോഷ്ടാവെന്ന് ആദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടുവെങ്കിലും അതെല്ലാം മാറ്റി കാറ്റിൽ പറത്തിക്കൊണ്ട് ചാലക്കുടിയുടെ ഊടുവഴികൾ അറിയാവുന്ന ഒരാൾ മാത്രമാണ് എന്ന നിഗമനത്തിലെത്തുകയും കേസിലെ പ്രതിയെ പിടിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. 2 ദിവസം മുമ്പ് നാടിനെ ഞെട്ടിച്ച് സിനിമാ സ്റ്റൈലിൽ ജീവനക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് കൊള്ളയടിച്ച പ്രതി ചാലക്കുടി ആശാരിപ്പാറയിലെ റിജു ആന്റണി പിടിയിലായി. ഈ റിജു ആന്റണിക്ക് ഗൾഫിലായിരുന്നു. അവിടെ നിന്ന് അത്യാവശ്യം സാമ്പത്തികമൊക്കെ സമ്പാദിച്ചു വന്ന ഒരു വ്യക്തിയാണ്. നല്ല മനോഹരമായ ഒരു 2 നില വീട്. ഭാര്യ നഴ്സാണ്, ഗൾഫിലാണ്. ഈ കൊടുംചൂടിലും അവർ ഈ വീടിൻ്റെ കടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. 49 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ഈ കടം വീടുന്നതിന് വേണ്ടി ഭാര്യ അയച്ച തുകകൾ മദ്യത്തിന് വേണ്ടി കളഞ്ഞ് സുഹൃത്തുക്കളുമായി 5 സ്റ്റാർ ഹോട്ടലുകളിലും മറ്റുമായി പാർട്ടികൾ നടത്തി വൻ കടമുണ്ടാക്കിയതാണ് ഇദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്. അടുത്ത മാസം ഭാര്യ വരുമ്പോഴത്തേക്ക് കൊങ്ങായിക്ക് പിടിക്കും എന്നുള്ള പേടി കൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയോട് സമാധാനം പറയുന്നതിന് അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വഴി, ഈ ഒരു ബുദ്ധിയില്ലാത്ത പരിപാടി അദ്ദേഹം അതിവിദഗ്ധമായി കേരള പോലീസിനെ 36 മണിക്കൂറും അതായത് ചിന്തയിലാഴ്ത്തിയ ഒരു മോഷ്ടാവാണ്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തത് തന്നെ അദ്ദേഹം വളരെ ബുദ്ധിപൂർവമാണ്. പോട്ടയിലെ ധ്യാനം ഇല്ലാത്ത ദിവസം തന്നെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണി സമയം തിരഞ്ഞെടുത്തത് ബാങ്കിൽ ആളുകൾ കുറവായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ്. ഇദ്ദേഹം ഒരു എക്സ്പയറി ആയ ATM കാർഡുമായി അതിന് 2 ദിവസം മുമ്പേ ഈ ബാങ്കിലെത്തുകയും ഹിന്ദിയിൽ സംസാരിക്കുകയും, ഈ ഇദ്ദേഹത്തിന് ആ ബാങ്കിൽ, ഫെഡറൽ ബാങ്കിൽ അവിടെ അക്കൗണ്ട് ഇല്ല എന്നുള്ളതാണ് സത്യം. അവിടുത്തെ അകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പയറി ആയ ഒരു ATM കാർഡുമായി വന്ന് ഹിന്ദിയിൽ സംസാരിച്ചത്. ഈ സംഭവം നടന്നതിന് ശേഷം കേരള പോലീസ് ചെയ്തത് ഇതിന് പുറകിലോട്ടുള്ള 15 ദിവസത്തെ CC ഫുട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവും ഹിന്ദിയിലെ സംസാരവും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഇദ്ദേഹത്തിന് വിനയായത് കുടവയറാണ്. അതായത് ഇത് ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ ഇത് മറ്റ് സംസ്ഥാനക്കാരൻ എന്ന് ധരിപ്പിക്കാനാണ്. പക്ഷേ മറ്റ് ഹിന്ദിക്കാർക്ക് ഈ കുടവയർ കുറവ് എന്നുള്ള നമ്മുടെ പോലീസിൻ്റെ അതിവിദഗ്ധമായ ഒരു കണ്ടെത്തലുകൾ ഒന്നാണ്. മലയാളിക്കുള്ള കുടവയറാണ് ഈ റിജോയെ ആണെന്ന് തന്നെ മലയാളിയാണെന്ന് തന്നെ ഉറപ്പിക്കുവാനുള്ള കാരണം. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ 3 ഡ്രസ്സ് ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ മണിക്കൂർ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ 3 പ്രാവശ്യം മാറിയിട്ടുണ്ട്. അതുപോലെ ഈ മാറുന്ന സമയത്തും ഇദ്ദേഹത്തിൻ്റെ ഹെൽമറ്റ് മാറ്റിയിട്ടില്ല, മാസ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഈ ഫിംഗർ പ്രിൻ്റ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വളരെ
ആലോചിച്ച് ചെയ്ത ഒരു പിന്നെ ബാങ്ക് കൊള്ള. കേരളത്തിൽ ഇപ്പം നമുക്കറിയാം പല ATM-ലൊക്കെ ചില ഇതൊക്കെ നടന്നിട്ടുണ്ട്, പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ടായിരുന്നു. കാര്യം ഒരു ATM-ൽ നിന്ന് പോകുന്ന വഴി പിന്തുടർന്ന് പോകുമ്പോൾ അവർക്ക് ഏകദേശം ഏത് റൂട്ടിലേക്കാണ് പോയത് CC ഫുട്ടേജ് കാണുമ്പോൾ മനസ്സിലാകുന്നു. പക്ഷേ ഇത് പോലീസിനെ കുഴയ്ക്കുന്ന രീതിയിൽ മെയിൻ റോഡേ പോകാതെ ഊടുവഴികൾ അദ്ദേഹം തിരഞ്ഞെടുത്തു. പക്ഷേ ആ വഴികളിലെ CC ക്യാം ഉണ്ടെന്നുള്ളത് പുള്ളി മറന്നു. പിന്നെ ഊടുവഴികൾ അറിയാവുന്ന ഒരു ചാലക്കുടിക്കാരനായിരിക്കും ഇത് എന്നത് അവർക്ക് ഈ ഊടുവഴികൾ തിരഞ്ഞെടുത്തതിലൂടെ പോലീസിന് ഒരു നിർണായക സൂചന ആയിട്ട് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു കത്തി ഉപയോഗിച്ചാണ് ഈ ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നത്. ആ കത്തി ഇനി കണ്ടെടുക്കണം, ഇന്ന് കോടതിയിൽ ഹാജരാക്കണം, റിമാൻഡ് ചെയ്യും. പിന്നെ തുടർ തെളിവെടുപ്പിന് അദ്ദേഹത്തിനെ പോലീസ് കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ട് വാങ്ങി തെളിവെടുപ്പ് നടത്തണം. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ കേരള പോലീസ് എന്തായാലും ശരി ഇത് പിടിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ നാണക്കേടാകൂ എന്നുള്ളത് ഒരു ഇതിൽ തന്നെ മേൽഘടകങ്ങളുടെ ഇടപെടൽ ശക്തമായ രീതിയിൽ ഈ കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡ്രസ്സ്, രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു, ഫിംഗർ പ്രിൻ്റ് കിട്ടാതിരിക്കാൻ. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തത് വരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രെയിറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ. ഡ്രസ്സ് ആദ്യം കണ്ട ഡ്രസ്സല്ല പിന്നെ കാണും. ഈ ഡ്രസ്സും ഒക്കെ മാറി. ഈ ഡ്രസ്സ് മാറുമ്പോൾ പോലും ഹെൽമറ്റ് മാറ്റിയില്ല. ആ വഴിയിലെ CC ക്യാമിലെല്ലാം ഇത് പതിഞ്ഞപ്പോഴും ഫേസ് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ താഴെയുള്ള ആ സോൾ, ആ താഴെ ഭാഗത്തുള്ള ഒരു കളറ്, മഞ്ഞ കളറ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കളറ് ഈ പോലീസിനെ ഈ ഫുട്ടേജിലെല്ലാം നോക്കുമ്പോൾ ആ ഷൂസ്, ഡ്രസ്സ് മാറുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ ഷൂസ് പുള്ളി മാറിയിട്ടില്ല. പുള്ളി അത്രയും ഈ പോലീസിൻ്റെ അത്രയും ഈ കള്ളന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് അതിവിദഗ്ധമായ ഒരാളല്ലല്ലോ, അവർ ഈ ഫുട്ടേജുകൾ പല തലങ്ങളിൽ അയച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ എല്ലാം ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന അവരുടെ പ്രൊഫഷണലിസം, അതാണ് ഇവിടെ കേരള പോലീസിൻ്റെ പ്രൊഫഷണലിസം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കും, പഴയ ഒരു സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അത് മാത്രമേ ഉള്ളൂ, അന്നൊന്നും ഇത്രയും ഡിജിറ്റൽ തെളിവുകളില്ല എന്നുള്ളതാണ് ആ കേസ് പോലും ഇന്ന് തെളിയിക്കപ്പെടാൻ ഈ പോലീസിന് പ്രയാസമായത്. കാര്യം അന്ന് ഈ മൊബൈൽ പോലും വരാത്തൊരു കാലത്താണ് നടന്നത്. എന്തായാലും ശരി, കേരള പോലീസിൻ്റെ വളരെ നിർണായകമായ ഇടപെടലാണ് ഈ കേസിൽ ഈ റിജോ പിടിക്കപ്പെടുവാൻ കാരണമായത്. കളർ മാറി, ഡ്രസ്സ് മാറി, സ്യൂട്ട് മാറി. പിന്നെ പക്ഷേ ഷൂവിൻ്റെ അടിയിലെ ഒരു നമ്പർ, ഒരു കളർ ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഷൂവിൻ്റെ അടിയിലെ ആ കളറാണ് ഞങ്ങൾക്ക് ഹിൻ്റായത്. പിന്നെ ഇയാൾ വീണ്ടും റൂട്ട് മാറ്റി എക്സ്ട്രീം ഇൻറ്റീരിയർ കുറേ പോയി, ഇറങ്ങിയിട്ട് വീണ്ടും അയാൾ ഹൈവേയിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ചെയ്തതാണ്. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൾഫിലാണ്, 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ കുടുംബങ്ങളാണ്, നമുക്കും അതൊരു വളരെ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്. ഈ ഭാര്യയ്ക്ക് ഉണ്ടായ ഗൾഫിൽ ജോലി ചെയ്യുന്ന അവർക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ, നാണക്കേട്, ഈ കുട്ടികൾക്ക് ദയവ് ചെയ്ത് ആ 2 കുട്ടികളുണ്ടെന്ന് പറയുന്നു, ഈ അവർ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും അതുപോലെ PTA ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടികൾക്കൊരു വളരെ കെയറിങ് കൊടുക്കണം. കാര്യം ഒരു അച്ഛൻ ചെയ്ത തെറ്റിന് ബലിയാടാക്കപ്പെടുവാൻ അവർ ഇടവരരുത്. അവരുടെ ഭാവി ഈ ഒരു അച്ഛനിലെ ഈ ഒരു കുറ്റകൃത്യം കൊണ്ട് അവരുടെ ഭാവിയെ ബാധിക്കരുത് എന്നുള്ളൊരു വളരെ വലിയൊരു ആഗ്രഹമുണ്ട്. അത് ഇത് കാണുന്ന പ്രേക്ഷകരെങ്കിലും ഇത് ഷെയർ ചെയ്തും ഒക്കെ സ്കൂൾ അധികൃതർ കാണണം എന്നാഗ്രഹിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല,
അവരുടെ മനസ്സിലുണ്ടാകുന്ന വളരെ പറഞ്ഞറിയിക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ജയിച്ചു എന്ന് പറയുമ്പോഴും മറ്റൊരു ഭാഗം ഒരു വളരെ ദുഃഖമുള്ള കാഴ്ചയാണ്. ആ 2 കുട്ടികളുടെ തുടർന്നുള്ള പഠനവും അവരുടെ ബാധിക്കുന്ന കാര്യങ്ങൾ, മാനസികമായി ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായി അതിനുള്ള ഒത്തിരി കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വേണം ഇനിയും ഒരുപക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് അവിടുത്തെ പള്ളി അധികൃതർ, പള്ളി വികാരിയും മറ്റും ഒക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. തെറ്റ് ചെയ്തത് പിടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെടട്ടെ, പക്ഷേ ആ കുടുംബത്തെ വെറുതെ വിടണം, കുട്ടികളെ വെറുതെ വിടണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നൊരു കാര്യം. ഈ ദിവസങ്ങളിലൊക്കെ ഈ റിജോ ഇതിന് ശേഷം TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസിന് തെളിവ് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ പുള്ളിക്കൊരു ആത്മബലം കൂടിയിട്ടുണ്ടായിരുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്ന ഇന്നലെ പോലും അവിടെ ഇവരുടെ പള്ളിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് വണ്ടി ഇങ്ങനെ പരതുന്ന കണ്ടപ്പോൾ പള്ളിയിലച്ഛൻ പോലും അവിടെ നിന്ന് പറയുകയുണ്ടായി, ഈ ബാങ്കിലെ കവർ ചെയ്തതിന് ഇവിടെങ്ങാനും വല്ലൊരു ആണോ എന്നൊക്കെ അച്ഛൻ ഒരു ഒന്നും അറിയാത്ത രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കേട്ട് യാതൊരു ഇതുമില്ലാതെ ഈ വീട്ടിൽ ഈ പരിപാടി നടക്കുമ്പോഴും മറ്റൊരു ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഇദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ പോലീസുകാരുടെ മുന്നിൽ കൂടാണ് വരുന്നത്. എന്നിട്ട് പോലും യാതൊരു കൂസലും ഇല്ലാതെ വന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിശൂന്യതയാണ്. ഇത്രയും വലിയ 49 ലക്ഷം രൂപ വീടിൻ്റെ കടമുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപയെ എടുത്തുള്ളൂ. പോലീസിന് സംശയം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അവിടെ കുറേ 40 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഉണ്ടായിരുന്നിടത്ത് പിന്നെ ഈ 15 ലക്ഷം മാത്രം എന്താണ് എടുത്തത്? അതൊരു വലിയ ചോദ്യമാണ്. ഈ ഇത്രയും ലക്ഷം രൂപ ഇരുന്ന ബാങ്കിൽ നിന്ന് കേവലം 15 ലക്ഷം രൂപ മാത്രം എടുത്തത് എന്നുള്ളൊരു പോലീസിനെ കുഴക്കിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കിയത് ഇദ്ദേഹം അവിടെ നിന്നൊരു ബാങ്ക് ജീവനക്കാരൻ ഫോൺ ചെയ്തു വെളിയിലിട്ട് പോയ ഒരു സ്റ്റാഫിനോട് ബാങ്കിൽ മോഷണം നടന്നു, ഷട്ടർ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് പേടിച്ചിട്ടാണ് പുള്ളി പെട്ടെന്ന് കിട്ടിയ 5 ലക്ഷത്തിൻ്റെ ഇതായിട്ട് വെച്ചിരുന്ന ബണ്ടിൽ എടുത്തുകൊണ്ട് പോയി 3 ഇതാക്കി 15 ലക്ഷം കൊണ്ടുപോയത്. അതിൽ നിന്ന് 2,90,000 രൂപ ഒരാൾക്ക് കടം വീടിയെന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കി പൈസ എവിടെയെന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അപ്പം ഇദ്ദേഹം കുറേ മദ്യത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആർഭാട ജീവിതങ്ങളാണ് ഇതിലേക്ക് ഈ മനുഷ്യനെ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പള്ളി വികാരി അവിടെ വന്ന് അച്ഛൻ ഒരു നല്ല കാര്യം വീട്ടിൽ വന്ന് പറയുമ്പോൾ പോലും ഇത്രയും കുറ്റം ചെയ്തിട്ട് അദ്ദേഹം അവരുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഈ നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന ആരാധനാലയങ്ങളിലൊക്കെ പോയിട്ട് ഈ മനസ്സ് ഇത്രയും വികൃതമായി പോകുന്നത് വളരെ കഷ്ടമാണ് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നേരിടുന്ന മിക്ക പ്രശ്നങ്ങൾക്ക് ഞാൻ എൻ്റെ വ്ലോഗുകളെല്ലാം പറയുന്ന പോലെ മദ്യവും മയക്കുമരുന്നുമാണ് ഇന്ന് കേരളത്തിൻ്റെ ഈ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. അപകടത്തിനും അപകട മരണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും മോഷണങ്ങൾക്കും എല്ലാം മദ്യവും അതുപോലെ ലഹരിയുമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് പല കേസുകളിലും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എനിക്ക് ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ആ കുട്ടികളെന്തോ ഈ ജന്മം കൊടുത്ത ആ കുട്ടികൾ, അവർ ഒന്നും അറിയാത്ത കുട്ടികൾ, അവർക്ക് ഉണ്ടാകുന്ന ആ പ്രയാസമാണ് എന്നെയും അത്രയും വിഷമപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.